ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീൻ പറയാവേ. എണീറ്റ് പ്രാർത്ഥിച്ച് ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കും. പക്ഷെ ചിലർ പറയാറുണ്ട് എണീറ്റ് ഉടനെ തന്നെ ബെഡ്ഷീറ്റ് മടക്കി വെക്കരുത്, കാരണം രാത്രി ഫുള്ള് കിടന്നതാണ്, ബെഡിനും ബ്രീത്ത് ചെയ്യാൻ ടൈം കൊടുക്കണമെന്ന്. പക്ഷെ എനിക്കെന്തോ എണീറ്റ് ഉടനെ തന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ബെഡും വിരിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര കുറ്റബോധമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ആ പരിപാടിയൊക്കെ കഴിയും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോകും. ഫ്രഷ് ആയി കഴിഞ്ഞ് കിച്ചണിൽ കയറി ഇന്ന് അപ്പവും കടലക്കറിയാണ്. അപ്പോൾ അപ്പം സെറ്റാക്കാനുള്ള പാത്രം എന്താ വെച്ചു. ഇനി അടുത്ത് കടലക്കറി ചൂടാക്കാൻ വെക്കണം. കടലക്കറിയും അപ്പത്തിനുള്ള മാവെല്ലാം ഞാൻ തലേ ദിവസമേ സെറ്റാക്കി വെക്കും. രാവിലെ എണീറ്റ് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ പരിപാടിയാണ്. ടൈം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് തലേ ദിവസം കടലക്കറി ചൂടാക്കാൻ വെച്ചു. പിന്നെ എനിക്ക് പിന്നീട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച് കുടിക്കാനുള്ള വെള്ളവും ചൂടാക്കാൻ വെച്ചു. നമ്മുടെ ജപ്പാൻ ചൂടായി, ആദ്യത്തെ അപ്പം റെഡി. നിങ്ങൾക്കറിയോ, അപ്പത്തിനുള്ള മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ കുറേ കുഴി ഇങ്ങനെ വന്നതിന് ശേഷമേ അത് അടച്ചു വെക്കാവുള്ളൂ, എങ്കിലും നന്നായിട്ട് വേവുള്ളൂ. ഇതൊക്കെ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ആ പ്രോസസ്സ് ഫോളോ ചെയ്യും. നമ്മുടെ കടലക്കറിയും തിളച്ചു തുടങ്ങി. ഇനി അതെല്ലാം മാറ്റി വെച്ച് എൻ്റെ തിളച്ച ചൂടുവെള്ളവും എടുത്ത് ഫ്ലാസ്കിൽ ഒഴിച്ചു. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന രാവിലത്തെ ഒരു ഹെൽത്തി ഹാബിറ്റാണ് കുറച്ച് ഇഞ്ചിയും കുറച്ച് ജീരകവും എടുത്ത് നല്ലോണം ചതയ്ക്കും. ഇതൊക്കെ ഈയിടയ്ക്ക് പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അത് നല്ലപോലെ ചതച്ച് അത് കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വെക്കും. അതിൻ്റെ കൂടെ തന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞ് തണുത്തതിന് ശേഷം അതിൽ കുറച്ച് ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്ത് രാവിലെ തന്നെ കുടിക്കും. ഇത് ഭയങ്കര ഹെൽത്തിയാണ്, മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ ശീലിച്ചു തുടങ്ങിയതാണ്. ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കട്ട് ചെയ്യും. ഇതൊക്കെ ഉച്ചയ്ക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല, ഞാൻ ഫുഡൊക്കെ കഴിച്ചങ്ങ് തീർക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ രാവിലെ ഇതൊക്കെ ചെയ്യും. നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങി. ഇനിയുള്ള വർക്കൗട്ടിനെ പോവാം. പുറത്ത് നല്ല തണുപ്പാണ് രാവിലെ. അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ എക്സസൈസ് ചെയ്യും. യൂട്യൂബിലുള്ളതാണ്, വാക്കിംഗ് എക്സസൈസ്. ഈ എക്സസൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു അഡിക്റ്റിംഗ് ഫീലിംഗാണ്. അപ്പോൾ ആ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ജീരകവും ഇഞ്ചിയും ലെമൺ ജ്യൂസും എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞ് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പ്രോട്ടീൻ റെഡി, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇതെല്ലാം കഴിച്ച് ഇതിനിടയ്ക്ക് പോയി ഫ്രഷ് ആവും കേട്ടോ. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വർക്കിന് കയറി. എങ്ങനെയുണ്ട് മോർണിംഗ് റുട്ടീൻ?